നൂറ്റാണ്ടിലെ കൊള്ള. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ട്രെയിൻ കൊള്ളയുടെ കഥ കേട്ടാലോ? 1963 ഓഗസ്റ്റ് 8 പുലർച്ചെ 3 മണി. ഗ്ലാസ്ഗോയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന റോയൽ മെയിൽ ട്രെയിൻ. ആദ്യ ബോഗികളിൽ സ്വർണം പോലെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ലോക്കോ പൈലറ്റ് ജാക്ക് മിൽസ് കൂടെയുള്ള ലോക്കോ പൈലറ്റ് ഡേവിഡ് വിഡ്ബിയോട് തമാശകൾ പറഞ്ഞ് ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ സിയേഴ്സ് ക്രോസിംഗ് എന്ന സ്ഥലത്തിനോട് അടുക്കുന്നു. പെട്ടെന്ന് റെഡ് സിഗ്നൽ. ജാക്ക് ട്രെയിൻ നിർത്തി. എന്താ കുഴപ്പം? വല്ല മരവും വീണതാണോ? കാര്യമറിയാൻ ഡേവിഡ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു. കൊള്ളക്കാർ ഒരുക്കിയ കെണിയായിരുന്നു അതെന്ന് അവരറിഞ്ഞില്ല. മുഖംമൂടി ധരിച്ച റോണി ബിഗ്സ് എന്ന കൊള്ളക്കാരൻ ജാക്കിനെയും ഉപദ്രവിച്ചു. മറ്റുള്ളവർ കവർച്ച ചെയ്യുന്ന തിരക്കിലായിരുന്നു. വില പിടിച്ചതെല്ലാം 120 ചാക്കുകളിലായി നിറച്ചു. നേരം പുലരാണ്. റോണി ജാക്കിനെ കുലുക്കി വിളിച്ചു. ഭീഷണിപ്പെടുത്തി ട്രെയിൻ ഓടിപ്പിച്ചു. കൊള്ളസംഘം മനുഷ്യച്ചങ്ങല പോലെ നിന്ന് ചാക്കുകൾ സ്വന്തം വാഹനത്തിലേക്ക് കയറ്റി. കൊള്ള മുതലുമായി അവർ സ്ഥലം വിട്ടു. കവർച്ച നടന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതുവഴി വന്ന കീമാൻ വിവരം പോലീസിൽ അറിയിച്ചു. കീമാൻ എന്ന് പറഞ്ഞാൽ ഈ ട്രാക്കിലൂടെ നടന്ന് പരിശോധന നടത്തില്ലേ, അവരാണേ. ഇതിൽ 14 പേരെ ഉടൻ പിടികൂടി. അവർക്ക് 12 വർഷത്തിൽ താഴെയുള്ള ശിക്ഷ കിട്ടി. വൻ കവർച്ചയായിരുന്നെങ്കിലും ലോക്കോ പൈലറ്റുമാരെ ഉപദ്രവിച്ചതൊഴിച്ചാൽ അക്രമങ്ങളൊന്നും ഉണ്ടായില്ല എന്നതായിരുന്നു കാരണം. കൊള്ള മുതൽ വീതിക്കാനായി ഫാം ഹൗസിലേക്ക് എത്തിച്ചതായിരുന്നു അവർ പിടിക്കപ്പെടാനുണ്ടായ പ്രധാന കാരണം.